ഓക്കെ, പിന്നിലിരിക്കുന്ന ആൾ സുഖിച്ചിരുന്നോട്ടെ, മൊബൈൽ കോൾ ചെയ്തോട്ടെ, ലാപ്ടോപ്പ് വർക്ക് ചെയ്തോട്ടെ, ഈ വണ്ടി ഓടിക്കാൻ ആ ഓടിക്കുന്ന ആൾക്ക് നല്ല ഫണ്ണ്, നല്ല രസം പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണമുള്ള കാര്യമാണ്. നമസ്കാരം, ഇത് കിയ കാർണിവലാണ്. പഴയ കിയ കാർണിവലിൽ നിന്ന് അജഗജാന്തരം എന്ന് വിളിക്കാവുന്ന തരത്തിൽ വന്നിട്ടുള്ള ഈ കാർണിവലിൻ്റെ കുറച്ച് കാര്യങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് എൻജിനിൽ നിന്നാവണം എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻജിനാണ് കിയ കാർണിവലിൻ്റെ ഹൈലൈറ്റ്. ഇതൊരു 2.2 ലിറ്റർ ഡീസൽ എൻജിനുള്ള മോഡലാണ്. ഈ എൻജിൻ്റെ സ്പെക്കും രസമാണ് കേൾക്കാനായിട്ട്. 190 HP, 441 ന്യൂട്ടൺ മീറ്ററുള്ള 4 സിലിണ്ടർ സ്മാർട്ട് സ്ട്രീം ഡീസലാണ് ഈ ഒരു എൻജിൻ എന്നുള്ളതാണ്. ടർബോ ചാർജ് ഡീസൽ എൻജിനാണ്. ഈ എൻജിൻ്റെ കൂടെ 8 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിട്ട് എൻജിനെ പറയാം. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഓടിക്കുമ്പോഴേ പറയുള്ളൂ കേട്ടോ. ഇതിൽ ഡ്രൈവ് മോഡുകളൊക്കെ ഉണ്ട്. ഒരു ലക്ഷൂറിയസ് MPV ആണ് കിയ കാർണിവൽ. ഈ കിയ കാർണിവലിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 3090 മില്ലിമീറ്ററാണ്. അതിൻ്റെ കൂടെ ഈ സ്ലൈഡിങ് ഡോറ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സവിശേഷതയാണ്. കാരണം ഇത് സ്ലൈഡ് ചെയ്ത് പോകുന്നൊരു സ്പീഡും അതിൻ്റെ ഒരു വലിപ്പവും അതിൻ്റെ ആ ഒരു ബിഹേവിയറും എല്ലാം നീറ്റാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഇഷ്ടപ്പെട്ട കാര്യമായിട്ട് പറയാൻ. മറ്റൊരു കാരണം കൂടിയുണ്ട്, കയറാനും ഇറങ്ങാനുമുള്ള എളുപ്പം കൂടി ഇതിൻ്റെ കാര്യമായിട്ട് കാണണം. 5155 മില്ലിമീറ്ററാണ് ഈ വണ്ടിയുടെ നീളം എന്നുള്ളതാണ്. ലെങ്ത്ത് എന്ന് പറയുന്നത്, ഈ വലിപ്പം പറയാനായിട്ട് ലെങ്ത്ത് കാണിച്ചേ പറ്റുള്ളൂ, ആ ലെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞേ പറ്റുള്ളൂ. കിയ കാർണിവലിൻ്റെ രൂപം കൗതുകം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഗ്രില്ല്, ക്രോം ഇൻസെർട്ട് കൊടുത്ത ഗ്രില്ല്, ഇതിൻ്റെ ഇരുവശത്തും കാണുന്ന സ്റ്റാർ മാപ്പ് LED ഡിസൈൻ എന്ന് പറയുന്ന ഹെഡ് ലാമ്പ്, വലിയ DRL, താഴെ കൊടുത്ത ലിപ്പ് പോലുള്ള ഒരു ഭാഗം, ആ സ്പോയിലർ പോലുള്ള ഭാഗം, പിന്നെ എയർ ഡാം, ഈ ഇൻസെർട്ടുകളൊക്കെ തന്നെയും വണ്ടിക്ക് അത്യാവശ്യം നല്ല കൗതുകം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് പാർക്കിംഗ് സെൻസറുകളുണ്ട്, പാർക്കിംഗ് ക്യാമറയുണ്ട്, മാത്രമല്ല റഡാർ കാണാം. ഇത് അഡാസ് ലെവൽ 2 ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ ഗ്ലാസ്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു വൈപ്പർ ഡിസൈനും എല്ലാം കാണാം. ഈ ബോണറ്റിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള 2 ക്രീസിങ്ങും ആ സൺ റൂഫിൻ്റെ അപ്പുറത്ത് കൊടുത്ത വിൻഡ് റിഫ്ലക്ടറും 2 റൂഫ് റെയിൽസും എല്ലാം ഈ വണ്ടിയുടെ മുൻവശത്തെയും അല്ലെങ്കിൽ മുന്നിലേക്കുള്ള നോട്ടത്തെ ഭംഗിയാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. 18 ഇഞ്ച് വീലാണ് കാർണിവലിൽ. ഇതിൻ്റെ വീൽ സൈസ് എന്ന് പറയുന്നത് 235/60R18. ഈ വീൽ ഡിസൈൻ കൊള്ളാട്ടോ, ഭംഗിയുള്ള വീൽ ഡിസൈനാണ്. ഈ വൈ എന്നുള്ള ഒരു പാറ്റേണും ആ ഡുവൽ ടോൺ കളർ നമുക്ക് കൊള്ളാം. പിന്നെ ഇവിടെയും ഉണ്ട് ഒരു ഇൻസെർട്ട്, ഡാർക്ക് ക്രോം പോലുള്ള ഇൻസെർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇൻസെർട്ടും കാർണിവലിൽ ഭംഗി കൂടുന്നുണ്ട്. ഓക്കെ, അപ്പാർട്ട് ഫ്രോം ദാറ്റ് സ്ലൈഡിംഗ് ഡോർ, ഈ ഇൻസെർട്ടുകളൊക്കെ തന്നെയും ഡോർ ഹാൻഡിലും അതല്ലെങ്കിൽ മിററും, വലിയ മിററും എല്ലാം വശങ്ങൾക്ക് മാറ്റി കൂടുന്നുണ്ട്. വലിയൊരു വണ്ടിയാണിത്. ആ ഒരു വലിപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക വശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴാണ്. ഓക്കെ, ഈ വശങ്ങളിലെ കാര്യം, ഈ സൈഡ് പ്രൊഫൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനകത്ത് ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞിട്ടില്ല. കാണുമ്പോൾ അത്യാവശ്യം ഒരു ക്ലിയറൻസ് തോന്നുന്നുണ്ട്. പക്ഷേ ഈ വലിപ്പം വെച്ചിട്ട് അടിതട്ടുള്ള സാധ്യതയുണ്ട്. എന്തായാലും വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ പറയാം. കാർണിവലിൻ്റെ പിന്നിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൈപ്പർ അടക്കി ഒതുക്കി വെച്ച കാര്യമാണ്. ഞാൻ ലാൻഡ് റോവറിൻ്റെ വണ്ടികൾ പറയാറുണ്ട്, കൂടാതെ ടാറ്റ കേവിൽ പറഞ്ഞിട്ടുണ്ട്, കരലല്ല ടാറ്റയുടെ ആ നെക്സോൺ EVയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡിഫോഗേഴ്സ് കാണാം. ഇവിടെയും ഉണ്ട് ആ ഇൻസേർട്ടിൻ്റെ ബാക്കി എന്നോണം. ആ LED ലൈറ്റ്സ് എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്. താഴെ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. പിന്നെ ഈ ബൂട്ട് എന്ന് പറയുന്നത് വലിയ ബൂട്ടാണ്, ഹുമങ്കസ് ആയിട്ടുള്ള ഒരു ബൂട്ട് തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. അത് പവേർഡാണ്, പവേർഡ് ടെയിൽഗേറ്റ് ആണ് കാർണിവൽ ലിമോസിൻ്റേത്. ഇതിനകത്ത് കുറച്ച് കൗതുകങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു സീറ്റ് കണ്ടോ, ഈ സീറ്റ് നമുക്ക് മടക്കാനായിട്ട് ഇതിങ്ങനെ പിടിച്ചത് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ വെച്ച് ഇതിങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഫ്ലാറ്റ് ഫ്ലോർ ആയില്ലേ. അതുപോലെ ഇതും കൂടി ഞാൻ അങ്ങനെ ചെയ്യാണ്. ഇവിടെ ഇത് രണ്ടും അങ്ങ് മടക്കി വെച്ചു. ഇപ്പോൾ ഒരു ബെഡ് പോലെ ആയോ നോക്കി. ഈ കാർണിവൽ ബേസ് ചെയ്തിട്ടുള്ളത് 3ാം ജനറേഷൻ N3 പ്ലാറ്റ്ഫോമാണ്. അത് ഷെയർ ചെയ്യുന്നൊരു വണ്ടിയെക്കുറിച്ച് കൂടി പറയാം കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ട്യൂസോണുമായിട്ട് ഷെയർ ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണത്. ഇതിൻ്റെ ബൂട്ടിൽ കണ്ടോ തട്ടുകളായിട്ടുള്ള അറകളുണ്ട്. ഈ തട്ടുകളായിട്ടുള്ള അറകൾ, ഇവിടുത്തെ ഈ ഒരു ഓപ്പൺ ചെയ്യാവുന്ന ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, ഇവിടെ 12 വോൾട്ട് 80 വാട്ട്സിൻ്റെ ചാർജിങ് പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3rd റോ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വലിയ ബൂട്ട് യൂസ് ചെയ്യാം എന്നുള്ള 2 ഗുണങ്ങളുണ്ട്. ഈ 3 റോയും പൊക്കി വെച്ചാൽ 624 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. അതായത് വലിയ ബൂട്ട് സ്പേസ് ഉള്ള ഒരു വണ്ടി കൂടെയാണ് ഈ കിയ കാർണിവൽ എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇനി അങ്ങനെ പൊക്കി വെച്ചാൽ എങ്ങനെയാണ് ബൂട്ട് സ്പേസ് വരുന്നതെന്ന് ഞാൻ പറയാം. നോക്കിയേ, താഴത്തെ ആ ഒരു സ്പേസ് നോക്കിയേ, കണ്ടോ കുഴി പോലുള്ള ആ ഒരു സ്പേസ് നോക്കി. ഒരു ആളതിനകത്ത് കിടത്താൻ പറ്റുന്നതല്ലേ, നോക്കട്ടെ.
ഈസിയാ. കഴിഞ്ഞ കാർണിവലുമായിട്ട് ഏറെക്കുറെ ഇരട്ടി വിലയാണ് പുതിയ കാർണിവലിന്. ഇത് ഇറങ്ങിയത് 64 ലക്ഷം രൂപ ഷോറൂം പ്രൈസ് ആയിട്ടാണ്. ഓക്കെ, എനിക്കത് പക്ഷേ വർത്തായിട്ടാണ് തോന്നിയത്. കാരണം വണ്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് വണ്ടിയുടെ ഫീച്ചേഴ്സിനനുസരിച്ച് ഉള്ള വിലയാണ് അതെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. എന്തായാലും ഞാൻ അകത്ത് കയറാണ്. അകത്ത് കയറുക എന്ന് പറയുമ്പോൾ ആദ്യം കയറുന്നത് മിഡിൽ വയ്ക്കാം. ഈ മിഡിൽ റോയിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഈ സീറ്റ് കണ്ടോ, ഇത് നമുക്ക് വശങ്ങളിലേക്ക് ആക്കാൻ പറ്റും. ടിഷ് 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 ടിഷ്. കാരണം ഇടയിൽ കൂടെ പോകാനുള്ള ആ ഒരു കാര്യം വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രീമിയം സീറ്റുകളാണ് കിയ കാർണിവലിൻ്റെ മറ്റൊരു പ്രത്യേകത. അകത്തേക്ക് നോക്കിയേ, ആ തേർഡ് റോ സെക്കൻഡ് റോ നോക്കിയേ, അതിൻ്റെ സീറ്റിൻ്റെ മെറ്റീരിയൽ നോക്കിയേ, സീറ്റിൻ്റെ ആ ഒരു ഇലക്ട്രിക് സെറ്റിങ്സ് നോക്കിയേ, പല വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തൈ സപ്പോർട്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ്. ആ സീറ്റുകൾക്ക് ആംറസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻ്റർനാഷണൽ വേർഷനിൽ തേർഡ് റോ എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ട് ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് സിനിമ കാണിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 സോൺ AC ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇത് നീക്കുക എന്നുള്ളതൊക്കെ അകത്തേക്ക് കയറാനുള്ള എളുപ്പത്തിലുള്ള കാര്യമാണ്. ഓക്കെ, ഞാൻ വണ്ടിക്കകത്ത് കുറച്ച് ചളി ഔട്ടിയാക്കിയിട്ടുണ്ട്, നിവർത്തിയില്ല കാരണം മഴ പെയ്തിരിക്കുകയാണ്. പിന്നിൽ യൂട്ടിലിറ്റി സ്പേസുകളുണ്ട്, 2 സൺറൂഫുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. പിന്നെ എവിടെയാണ് ഇതിൻ്റെ ബട്ടൺ എന്ന് കാണിക്കാം. അതായത് ഡോർ ക്ലോസ് ചെയ്യണ്ടേ, ഡോർ ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. കൂടാതെ ഇവിടെ വെന്റിലേറ്റർ സീറ്റിൻ്റെ ബട്ടൺസ് ഉണ്ട്. ഈ ഡോറിൽ ഇവിടെ പവർ വിൻഡോയുടെ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്താൽ അതങ്ങ് ലോക്കാവുകയും ചെയ്യും. പിന്നെ ഇതിനെല്ലാം തന്നെ ആ സൺ ഷെയ്ഡുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സൺ ഷെയ്ഡുകളുടെ കാര്യം പറയുമ്പോൾ തേർഡ് റോയിൽ ചെറിയ വിൻഡോയ്ക്ക് കൂടി സൺ ഷെയ്ഡ് ഉണ്ടെന്നുള്ളതാണ്. അപ്പുറത്ത് കാണാം, അതല്ലെങ്കിൽ ഞാൻ ഇപ്പുറത്ത് എടുത്ത് കാണിക്കാം. കണ്ടോ, ആ വിൻഡോ കാണാം, AC വെൻറ്റുകളുണ്ട്, ലൈറ്റുകളുണ്ട്, ആ സീറ്റ് ബെൽറ്റിൻ്റെ സെറ്റപ്പൊക്കെ കാണില്ലേ. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഈ വണ്ടി എന്ന് പറയുന്നത് ലക്ഷറിയസ് ആയിട്ട് യാത്രയുള്ള വണ്ടിയാണ്. ഡ്രൈവർക്കുള്ള വണ്ടിയല്ല, യാത്രക്കാരുള്ള വണ്ടിയാണ്. ഓക്കെ, നമ്മുടെ മുഖ്യമന്ത്രി വണ്ടി ഉപയോഗിക്കുന്നത് ഇതല്ല, അതിൻ്റെ പ്രീവിയസ് വേർഷൻ. ഓക്കെ, അതുപോലുള്ള ആളുകളൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി വെൽഫെയറിന് പകരമായിട്ടോ അതല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടികൾക്ക് പകരമായിട്ടോ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ കപ്പ് ഹോൾഡറുകളുണ്ട്. ഈ കപ്പ് ഹോൾഡർ മാത്രമല്ല, ഈ സീറ്റിൻ്റെ പിന്നിൽ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും യൂസ് കേസുകളാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ചുകൾ, പവറിൻ്റെ സ്വിച്ചുകളും കണ്ടില്ലേ. ഇവിടെ ഒരു ഹാൻഡിൽ കൂടി ഉണ്ട്. ഹാൻഡിൽ പിടിച്ചാലും വണ്ടി ഓപ്പൺ ആവും. പിന്നെ വലിയൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ആ സീറ്റ് ബെൽറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ബെൽറ്റാണ്. ഇവിടെ C പോർട്ട് പിന്നിലും കാണാം. ഇതാണ് തേർഡ് റോയുടെ ഒരു അവസ്ഥ. കിയ കാർണിവൽ ഓണാക്കുന്നതിന് മുന്നേ ഞാൻ കിയ കാർണിവലിൻ്റെ കീ കാണിക്കാം. ഇതാണ് കിയ കാർണിവലിൻ്റെ കീ. ഇത് ലൈറ്റ് വെയിറ്റ് ആണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. ഇതിന് വെയിറ്റ് കുറവാണ്. ഇതിൻ്റെ ബട്ടൺസൊക്കെ കണ്ടോ, സാധാരണ ആ ഒരു കീ തന്നെയാണ് ആ സംഗതിയിൽ കാണാം. പിന്നെ ഞാനിത് ഓണാക്കുകയാണ്. ഓണാക്കുക എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പഴയ കിയ കാർണിവലിൽ നിന്ന് അജഗജാന്തരമാണ് ഡാഷ്ബോർഡ് എന്നുള്ളതാണ്. ഇതിൽ 12.3 ഇഞ്ച് 2 സ്ക്രീനുകളാണ്. ഈ 2 സ്ക്രീനും കൂടി കർവ് ചെയ്ത് വെച്ചേക്കാം, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ ഡ്യുവൽ പർപ്പസ് ഉള്ള ഈ പാനൽ കാണാം. ഇതെല്ലാ കിയ വണ്ടിയും നമ്മൾ കണ്ടിട്ട്. ഇവിടെ സിങ്ക് എന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡ്യുവൽ സോൺ AC ആണ്. 3 സോൺ AC ഉള്ള ഒരു കാര്യമാണ്. ഇത് പ്രസ് ചെയ്യുമ്പോൾ അത് ഹോം മാപ്പ് സെർച്ച് സീക്കുള്ള കാര്യങ്ങളാവും. ഒന്നുകൂടി പ്രസ് ചെയ്താൽ അത് AC കൺട്രോൾസ് ആവും. ഓട്ടോ ക്ലൈമട്രോണിക് AC, റിയർ ആ ഒരു ഡിഫോറൊക്കെ തന്നെ കാണാം. ഇതാണ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, ചെറിയ ബട്ടണായിട്ട് കൊടുത്തത്. ഇനി ഇതിന് താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ഇൻഡക്ഷൻ ചാർജിങ് ഉണ്ട്, അതായത് വയർലെസ് ചാർജിങ്. ഇവിടെ സ്റ്റോറേജ് സ്പേസാണ്. ഇതിൻ്റെ മുകളിൽ ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ്, ഒരു C പോർട്ട്, ഒരു ഫാസ്റ്റ് ചാർജിങ് പോർട്ട്. ഇത് ഓണാക്കും ഓഫാക്കാം, അല്ലെങ്കിൽ നമുക്കിത് ഓണാക്കും ഓഫാക്കും ചെയ്യുമ്പോൾ രണ്ടും തമ്മിലുള്ള സ്വിച്ചിങ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ താഴെയാണ് ഓണാക്കേണ്ടത്, അതായത് ഇൻഡക്ഷൻ ചാർജിങ് ആണ് ഓണാക്കേണ്ടത്. ഈ ബോട്ടിൽ ഹോൾഡർ കൊള്ളാം. വലിയ ബോട്ടിൽ ഹോൾഡർ ആണെങ്കിലും ചെറിയ ബോട്ടിൽ വെച്ചാലും ഇരിക്കുന്നുണ്ട്. അതിന് താങ്ക്സ് പറയേണ്ടത് ഈ 4 കുനിപ്പുകളോടാണ്. ഇതുണ്ടോ, ഈ ഒരു കുനിപ്പ് കണ്ടില്ലേ, ഒരു ചെറിയ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസിംഗ് ഉണ്ട്. ഇവിടെ ബട്ടൺസ് ഉള്ളത് ഹീറ്റഡ് അല്ലെങ്കിൽ വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ചുകളാണ്. നീല എന്ന് പറയുന്നത് തണുപ്പും, ചുവപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓറഞ്ച് എന്ന് പറയുന്നത് ചൂടും. ഓക്കെ, അത് 2 സീറ്റിനും കാണാം. പാർക്കിംഗ് ക്യാമറയുടെ ബട്ടൺ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 360 ക്യാമറ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാമറ എന്ന് പറയുന്നത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ക്യാമറ എന്ന് പറയുള്ളൂ. ഒരു വലിയ ഒരു കുതിച്ചാട്ടം ക്യാമറയെ നമുക്ക് അവകാശപ്പെടാനില്ല. പിന്നെ ഇവിടെ 2 ബട്ടൺസിലൊന്ന് പാർക്കിംഗ് സെൻസറാണ്. കുറേ ഡമ്മി ബട്ടൺസ് ഉണ്ട്. പക്ഷേ ബട്ടൺസിനേക്കാൾ കൂടുതൽ ഈ സിൽവർ ഇൻസെർട്ടുകളുടെ ഫിനിഷ് അസാധ്യം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇനി ഗിയർ ഷിഫ്റ്റർ നോക്കിയേ. ഈ ഗിയർ ഷിഫ്റ്റർ എന്ന് പറയുന്നത് സർക്കുലറാണ്, ഒരു ജോവൽ ഷിഫ്റ്റർ എന്ന് പറയാം. പാർക്ക് എന്ന് പറയുന്നത് മുകളിലും, റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് എന്നുള്ളത് പൊസിഷൻ മുകളിലായിട്ടും കാണാം. ഈ പാർക്ക് ഒറ്റ പ്രസ്സിംഗ് ആണ്. കൂടാതെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്കും ഓട്ടോ ഹോൾഡും ഡ്രൈവ് മോഡും കാണാം. ഡ്രൈവ് മോഡുള്ളത് ത്രോട്ടിൽ റെസ്പോൺസിലാണ്. അതായത് ഈക്കോ, സ്പോർട്ട്, നോർമൽ, സ്മാർട്ട് മോഡുകളുണ്ട്. ആ മോഡുകളോടെ കാണാം. പിന്നെ ഈ കൺസോളിൽ കൊടുത്തിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയായിട്ട് ഓർമ്മ തോന്നിയോ നിങ്ങൾ പറയണം. എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം നന്നായിട്ടുണ്ട്. ഒരു വലിയ ആംറസ്റ്റാണ്. ഈ ആംറസ്റ്റിനകത്ത് സ്റ്റോറേജ് സ്പേസ് ഭീകരമാണ്. പിന്നെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് മൊബൈൽ വെക്കാനായിട്ട്. ഇതൊക്കെ കൊള്ളാം. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കലായിട്ടൊരു കൺസോളാണ്. ഈ കൺസോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഡാഷ്ബോർഡ് ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലെതർ ഇൻസെർട്ടും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ വലിയൊരു ഗ്ലോ ബോക്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ഗ്ലോ ബോക്സിനകത്ത് ഇഷ്ടംപോലെ പേപ്പേഴ്സാണ്, അതിനകത്ത് കൂടുതലും പറയുന്നില്ല. പിന്നെ ഈ സ്ക്രീനിലേക്ക് വരുമ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ക്യാമറ ഓഫ് ചെയ്യാനുള്ളതാണ്.
ക്യാമറ ഓഫ് ചെയ്തിട്ട് സ്ക്രീനിലേക്ക് വന്നാൽ ഈ സ്ക്രീനിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഈ UI ഇപ്പോൾ കാണുന്ന സീറോസിൽ കണ്ട അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളിലൊക്കെ കണ്ട ആ UI തന്നെയാണ് സീറ്റുകളുടെ കാര്യങ്ങൾ കാണാം. സീറ്റുകളുടെ കാര്യങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ ഈ സീറ്റിൻ്റെ വെന്റിലേറ്റർ ഫംഗ്ഷനോ അല്ലെങ്കിൽ കൂളിംഗ് ഫംഗ്ഷനോ ഒക്കെ നമുക്കിവിടെ ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. ഡ്രൈവർ സീറ്റിൻ്റെ അല്ലെങ്കിൽ പാസഞ്ചർ സീറ്റിൻ്റെ കാര്യങ്ങൾ കാണാം. ഇനി ഇവിടെ കുഷൻ ടിൽറ്റ്, അതുപോലെ ലെഗ് സപ്പോർട്ട്, റിലാക്സ് മോഡ് എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മൾ കിയയുടെ EVകൾ കണ്ട് റിലാക്സ് മോഡാണ്, അതൊക്കെ കാണാം. പിന്നെ ഷെയർ ഡെസ്റ്റിനേഷൻ, വെതർ, സെറ്റിംഗ്സ്, ഫോൺ പ്രൊജക്ഷൻ, വോയിസ് മെമോ, കൂടാതെ കലണ്ടർ, സ്പോർട്സ്, വാലെ മോഡ്, വെഹിക്കിൾ ഡയഗ്നോസ്റ്റിക്, നോട്ടിഫിക്കേഷൻ, ഓൺലൈൻ മാനുവൽ, ഇതൊക്കെ സാധാരണ നമ്മളെല്ലാ കിയയിലും കാണുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള, അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണെന്ന് ലളിതമായിട്ട് പറയാം. മുകളിൽ താഴേക്ക് ആക്കിയ ഡിസ്പ്ലേ ഓഫ്, നാവിഗേഷൻ ഗൈഡൻസ്, പാസഞ്ചർ ടോക്ക്, ബ്രൈറ്റ്നസ്. ഈ പാസഞ്ചർ ടോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് സംസാരിച്ചാലേ ഹലോ 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 നമ്മൾ ഇവിടുന്ന് പറയുന്നത് അപ്പുറത്ത് പിന്നിൽ കേൾക്കാമെന്നുള്ള കേട്ടോ. കൂടാതെ ഓട്ടോ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ കാണാം. സെറ്റിങ്സിനകത്ത് ഈ സ്പ്ലിറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ഈക്വലൈസർ, നാവിഗേഷൻ ഗൈഡൻസ്, ക്വയറ്റ് മോഡ്, ബ്രൈറ്റ്നസ്, ഓക്കെ ഒരുപാട് ക്വിക്ക് കൺട്രോൾ സെറ്റിങ്സ് മുകളിലുണ്ട്. ഇവിടെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ, എനിക്ക് സെറ്റിങ്സിലേക്കാണ് പോകേണ്ടത്. സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അഡാസ് ലെവൽ 2ൻ്റെ വെഹിക്കിൾ സെറ്റിങ്സ് കാണിക്കാം. ഈ ഡ്രൈവർ അസിസ്റ്റൻസിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവിംഗ് കൺവീനിയൻസ്, ഡ്രൈവിംഗ് സേഫ്റ്റി, ഡ്രൈവർ അറ്റൻഷൻ വാർണിംഗ്, പാർക്കിംഗ് സേഫ്റ്റി, ക്ലൈമറ്റിൻ്റെ കാര്യങ്ങൾ, സീറ്റ്സ്, ലൈറ്റ്സ്, ഡോറ്, കൺവീനിയൻസ് ഒക്കെ തന്നെ കാണാം. ലൈറ്റ്സ് എടുത്താൽ ആംബിയൻ ലൈറ്റിൻ്റെ കാര്യം കൂടി കാണിക്കാം. ഇപ്പോൾ സീറ്റ്, ക്ലൈമറ്റ്, ലൈറ്റ്സ്, ഡോറ്, കൺവീനിയൻസ് ഒക്കെ അതിനകത്ത് വിടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവ് ആണ്, അത്യാവശ്യം റെസ്പോൺസീവ് ആണെന്ന് ലളിതമായിട്ട് പറയാം. അത്യാവശ്യമല്ല, അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. ഇപ്പോൾ ലേഔട്ട് എന്ന് പറയുന്നത് ഈ ഗേജ് സ്റ്റൈൽ, സർക്കിളാണോ സിമ്പിളാണോ എന്നുള്ള 2 സ്റ്റൈൽസ് നമുക്ക് മാറ്റാം. അങ്ങനെ മാറ്റുമ്പോൾ അതിവിടെ കാണാം. ഇവിടെ കണ്ടോ, ഇപ്പോൾ ഞാൻ സർക്കിളാക്കി, ഇതിപ്പോൾ സിമ്പിളാണ്. ഇനിയിപ്പോൾ സ്റ്റൈൽ A, സ്റ്റൈൽ B, സ്റ്റൈൽ C, സർക്കിളിലും സ്റ്റൈൽ A, സ്റ്റൈൽ B, സ്റ്റൈൽ C ഉണ്ട്. ഞാൻ ലിങ്ക് ടു ഡ്രൈവ് മോഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മോഡ് മാറ്റുമ്പോൾ അതിനനുസരിച്ച് മാറും. ഇപ്പോൾ ഡ്രൈവ് മോഡ് കൊടുത്തു. ഡ്രൈവ് മോഡ് ഈക്കോ, നോർമൽ, സ്പോർട്ട്, സ്മാർട്ട്. ഓക്കെ, പിന്നെ ഈ സ്ക്രീനിലേക്ക് പറയാനുള്ളത് സ്ക്രീൻ സേവറും സ്പ്ലിറ്റ് സ്ക്രീനുമാണ്. മാപ്പ്, വീഡിയോ കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കർവ്ഡ് ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ക്ലസ്റ്ററിൽ നമ്മൾ സാധാരണ കിയെ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനകത്ത് കൂടെ നമുക്ക് കണ്ണോടിച്ചാൽ സിൻസ് റീഫെയിലിംഗ്, സിൻസ് ലാസ്റ്റ് റീസെറ്റ്, അല്ലെങ്കിൽ യൂറിയ ലെവൽ, ഇത് അഡ്ബിൾ വേണ്ട ഡീസലാണല്ലോ. ആ ഒരു കോമ്പസ്, അഡാസ് സെറ്റിങ്സിൻ്റെ കാര്യങ്ങൾ, യൂറിയ ലെവൽ, ഓക്കെ ഇതൊക്കെ തന്നെ കാണാം. അപ്പോൾ അഡാസിൻ്റെ ഒരു സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഓടിക്കുമ്പോഴേ പറ്റുള്ളൂ. പിന്നെ സ്റ്റിയറിംഗ് മറ്റുള്ള വണ്ടികൾ കാണുന്ന പോലെ അത് സർക്കിളാണ്. ഇവിടെ ബട്ടൺസ് ഉണ്ട്. ഈ ബട്ടൺസ് എലഗൻ്റാണ്. ഇവിടെയും ഒരു ബട്ടൺസ് കാണാം, ഇതും എലഗൻ്റാണ്. അപ്പോൾ ഈ വണ്ടിക്ക് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്റ്റിയറിംഗ് വീലാണെന്നുള്ളതാണ് അതൊരു കാര്യമായിട്ട് പറയാം. പിന്നെ വലതുവശത്തായിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അതായത് ESP സ്വിച്ച്, പവർ ഡോർ ഓഫ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഹോൾഡ് ചെയ്താൽ ബൂട്ട് തുറക്കും, ഇത് ഹോൾഡ് ചെയ്താൽ തുറക്കും, ഇത് ഹോൾഡ് ചെയ്താൽ തുറക്കും. ഇത് ESP ആണ് കേട്ടോ. ഒരു ഹെഡ്സപ്പ് ഡിസ്പ്ലേ കൂടി കാർണിവലിലുണ്ട്. ഈ ഫ്രെയിംലെസ് മിററും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട്, ലൈറ്റൊന്നുമില്ല. അതുപോലെ പാസഞ്ചർ സൈഡിലും മിറർ കൊടുത്തിട്ടുണ്ട്, ലൈറ്റൊന്നുമില്ല. പവർ ഡോർ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഹോൾഡ് ചെയ്താൽ ബൂട്ട് തുറക്കും, ഇത് ഹോൾഡ് ചെയ്താൽ അപ്പുറത്തെ ഡോറ്, ഇത് ഹോൾഡ് ചെയ്താലോ ഇപ്പുറത്തെ ഡോറും. അത് തുറക്കാൻ മാത്രമല്ല നമുക്ക് അടയ്ക്കും ചെയ്യാം കേട്ടോ. അതായത് ഡ്രൈവർക്ക് തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാം. മുതലാളിയെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലുള്ളതാണ്. ഓക്കെ, മുതലാളി ഒരു ബുഷ പരിപാടി, എന്നാലും പിന്നിലിരിക്കുന്ന ആളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഈ ഡോർ പാഡ് നോക്കിയേ, ഈ ഡോർ പാഡിൻ്റെ ഭംഗിയുള്ള അല്ലേ. ഈ ബോസിൻ്റെ സ്പീക്കർ സിസ്റ്റം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തോന്നി. ഈ ഇൻസെർട്ടുകൾ കൊള്ളാം, മെമ്മറി ഫംഗ്ഷനുള്ള സീറ്റുകളാണ്. ഈ കൺട്രോൾസ് നോക്കിയേ, ഈ കൺട്രോൾസ് തികച്ചും പ്രീമിയം ആണെന്ന് തന്നെ പറയാം. ഓട്ടോ, അപ്പ് ആൻഡ് ഡൗൺ ഉള്ള എല്ലാ പവർ വിൻഡോസും കാണാം. ഈ വണ്ടി വന്നിട്ട് കുറച്ചായി എന്നുള്ളതുകൊണ്ടാണ് ഒരു പ്രോപ്പർ റിവ്യൂ കൈൻഡ് ഓഫ് പോയിന്റിൽ പോകാണ്ടേ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കൂടി പറയണ്ടേ. എനിക്ക് സ്റ്റിയറിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അത് മാനുവലായത് ഇലക്ട്രിക് ആയിരുന്നു നന്നായിട്ട് തോന്നി. കുറച്ച് കാര്യങ്ങൾ അത് വളരെ മൈന്യൂട്ട് കാര്യങ്ങളാണ്. പക്ഷേ ഓവറോൾ ഒരു പാക്കേജ് നൽകിയ കാർണിവലൊരു നല്ല വണ്ടിയാണ്. ഇനി ഇത് ഓടിക്കാൻ എങ്ങനെ ഉണ്ടെന്നതാണ് അത് ഓടിച്ചുകൊണ്ട് പറയാം. ഓക്കെ, ഞാൻ എല്ലാ ഫീച്ചേഴ്സും എടുത്ത് പിക്ക് പറയാത്തത് വേറെ കൊണ്ടല്ല, അതിനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടല്ലോ. ഇതൊരു വലിയ വണ്ടിയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ കിയ കാർണിവൽ വാങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടത് വലിയ വണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ ഇന്നോവ ഇഷ്ടം വാങ്ങിയാൽ മതി. പഴയ കാർണിവലിനേക്കാൾ ഇരട്ടി വിലയോളമുണ്ട് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് കണ്ടു. അപ്പോൾ അതെന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഞാൻ പറയുന്നത് ഈ വണ്ടി അത് അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് അത്രമാത്രം ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഈസിയാണ്. ഈസി എന്ന് പറയുമ്പോൾ ഒരു കാർണിവൽ അല്ല നമ്മൾ ഓടിക്കുന്നത് തോന്നുന്നു. നമുക്കൊരു കാരൻസോ അല്ലെങ്കിൽ ഒരു സെൽറ്റോസോ ഓടിക്കുന്ന അത്രയും ലാഘവത്തോട് കൂടിയിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഒരു വലിയ വണ്ടിയാണ്, ബോഡി റോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമായിരിക്കും. ഓക്കെ, അതൊക്കെ ഞാൻ പറയുന്നു. പക്ഷേ ഹാൻഡ്ലിങ്ങിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആയിട്ട് പോയിന്റ് A to B എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ലക്ഷൂറിയസ് ആയിട്ട് യാത്ര ചെയ്യുകയും ആളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഈ വണ്ടി പൂർണ്ണമായിട്ടുള്ള വിജയമാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി എക്സെപ്ഷണലാണ്. ഇത് എയർ സസ്പെൻഷൻ ഒന്നല്ല,
ഇതിൻ്റെ ആ ഒരു റൈഡ് ക്വാളിറ്റി മികച്ചതാണ്. പിന്നെ ഹാൻഡ്ലിങ്ങിൽ ഇതൊരു വലിയ വണ്ടിയാണ് എന്നുള്ള ഫീൽ നമുക്ക് തരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. സിറ്റി മാനുവറിൽ തോന്നുമായിരിക്കും, പക്ഷേ ഹൈവേയിൽ നമുക്ക് വലിയ തോതിലുള്ള അലോസരങ്ങളൊന്നും ഈ വണ്ടി ഉണ്ടാക്കുന്നില്ല. മാത്രമല്ല ഇതിൻ്റെ 190 HP BHP പവറും 441 Nm ടോർക്കും കൂടിയിട്ട് 8 സ്പീഡ് ഗിയർ ബോക്സിലേക്ക് ആ ഒരു പവർ വന്നിട്ട് അത് അവിടെ നിന്ന് വീലിലേക്ക് എത്തുമ്പോൾ ഇത് ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് വലിച്ച് കയറി പോകുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗുണമായിട്ട് കാണാം. കൂടിയ RPM ഇതിനകത്ത് ആ ഒരു എൻജിൻ നോട്ട് വരുന്നുണ്ട്, എന്നാലും വണ്ടി ഓടിക്കാൻ നല്ല ഫൺ ഫാക്ടർ ഉണ്ട്. ഓക്കെ, പിന്നിലിരിക്കുന്ന ആൾ സുഖിച്ചിരുന്നോട്ടെ, മൊബൈൽ കോൾ ചെയ്തോട്ടെ, ലാപ്ടോപ്പ് വർക്ക് ചെയ്തോട്ടെ, ഈ വണ്ടി ഓടിക്കാൻ ആ ഓടിക്കുന്ന ആൾക്ക് നല്ല ഫണ്ണ്, നല്ല രസം പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണമുള്ള കാര്യമാണ്. വലിയ വണ്ടിയാണ്, ടേർഡിനേഴ്സ് കുറച്ച് കൂടുതലായിട്ട് തോന്നും, പക്ഷേ തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, വലിയ പ്രയാസമില്ലാണ്ട് നമുക്കിത് യു ടേൺ ഒക്കെ എടുത്ത് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. ഇതിൻ്റെ ബ്രേക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് തരുന്ന ബ്രേക്സാണ്. പിന്നെ വീലുകൾ 18 ഇഞ്ച് വീലുകളാണ്. ആ വീലുകൾ എന്ന് പറയുന്നത് ആ വീലിൻ്റെ പ്രൊഫൈലും കണ്ടു, തീരെ ലോ ഒന്നുമല്ല, റൈഡ് ക്വാളിറ്റി തരാൻ അത് സഹായിക്കുന്നുണ്ട്. ഞാൻ ബ്രേക്കിൻ്റെ കാര്യം പറയാൻ കാരണം അഡാസ് ലെവൽ 2 ഉള്ള വണ്ടി, ഓട്ടോ ബ്രേക്ക് പോലുള്ള കാരണം എല്ലാം ഉള്ള വണ്ടിയാണ്. അപ്പോൾ 4 വീൽ ഡിസ്ക് ബ്രേക്കിലാണ്. അപ്പോൾ ബ്രേക്ക് നമുക്ക് ശരിക്കും നല്ല കോൺഫിഡൻസ് ആണ് തരുന്നത്. പിന്നെ ഗിയർ ബോക്സ് അത്യാവശ്യം റെസ്പോൺസീവ് ആണ്, 8 സ്പീഡ് ആ ഒരു ടോർക്കിനോട്ട്, അതൊന്നുകൂടി ഊന്നി പറയണം. അതിൻ്റെ കൂടെ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഓട്ടോ വൈപ്പേഴ്സ്, ഓട്ടോ ഹെഡ്ലാംപ്സ് പോലുള്ള ഫീച്ചേഴ്സിൻ്റെ ഒന്നും കാര്യമല്ല ഞാൻ പറയുന്നത്, വണ്ടി ഓടിക്കുമ്പോഴുള്ള കാര്യമാണ്. നമ്മൾ ഇരുന്ന് ഓടിക്കുന്നത് ഒരു വലിയ വണ്ടിക്കകത്താണ്, എല്ലാം കണ്ടുകൊണ്ടാണ് എന്നുള്ളത് ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കൂടുതൽ തരുന്ന കാര്യമാണ്. കാരണം വലിയൊരു വണ്ടിയാണ്, ഇത് മാനൂവർ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല എഫേർട്ട് ഉണ്ട് എന്ന് തോന്നും ആളുകൾക്ക് പുറത്ത് നോക്കും. പക്ഷേ അങ്ങനെയില്ല, ഇതൊരു ചെറിയ കാർ ഓടിക്കുന്ന അത്രയും ഈസി ആയിട്ട് അത്രയും സുഖകരമായിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ് കാര്യം. എന്നാലും ആ ഒരു സംഗതി, ആ ഓടിക്കാനുള്ള ഈസിനെസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കിയ കാർണിവൽ എന്നുള്ളതാണ്. ഇപ്പോൾ എത്രയും പ്രമുഖനാകട്ടെ, എത്രയും എന്താ പറയുക ലക്ഷറിയസ് ആയിട്ട് യാത്ര ചെയ്യേണ്ട ആളാവട്ടെ, ആ ആൾ പിന്നിലിരിക്കുമ്പോൾ ആളെ ആ ഒരു അലോസരങ്ങൾ അറിയിക്കാതെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും, ഒന്ന് ഓവർടേക്കണമെങ്കിൽ പോലും നമ്മളൊന്ന് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് അതിൻ്റെ കാര്യമാണ്. അത്യാവശ്യം വെയിറ്റുള്ളൊരു വണ്ടിയാണുള്ളത്. അപ്പോൾ ആ വെയിറ്റും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് ഈ എഞ്ചിൻ്റെ പവറും അല്ലെങ്കിൽ ടോർക്കും കൂടി ചേരുമ്പോൾ ഇതിൻ്റെ കവർ ചെയ്ത് ഓടിക്കാൻ പറ്റുന്നുണ്ട്, ഇതിൻ്റെ പവർ അല്ലെങ്കിൽ പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയ ഗുണമാണ്. ഇതിന് ഡ്രൈവ് മോഡുകളുണ്ട്. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മോഡെന്ന് പറയുന്നത് സ്പോർട്ട് മോഡാണ്. ഞാൻ ആ മോഡ് മാറ്റിയിട്ട് സ്മാർട്ട് മോഡാക്കാം, വേണ്ട സ്പോർട്ട് തന്നെ മതി. ഈക്കോ, നോർമൽ, സ്പോർട്ട്. സ്പോർട്ടിൽ കാല് കൊടുക്കുമ്പോൾ വണ്ടി വലിച്ചു കയറി പോകുന്നുണ്ട്. മാമത്തായിട്ടുള്ള വണ്ടിയെ പറന്ന് കയറി കൊണ്ടുപോകാൻ ഈ എൻജിൻ ഗിയർ ബോക്സ് കോൺഫിഗറേഷൻ പര്യാപ്തമാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഡ്രൈവബിലിറ്റിയാണ്, ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയാണ്, ഇതിൻ്റെ ഈസിനെസ് ആണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഒരു വണ്ടി ഇറങ്ങിയിട്ട് ഇനീഷ്യലി നമുക്ക് കിട്ടുമ്പോഴുള്ള ഇമ്പ്രഷനും വണ്ടി നിരത്തിൽ ഒരു വർഷത്തോളം ഉണ്ടായിട്ട് അവിടെ നിന്ന് നമുക്ക് കിട്ടുമ്പോഴുള്ള ആ ഒരു ഇമ്പ്രഷൻ തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഈ വണ്ടി എനിക്ക് കിട്ടിയത് 10,000 കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രം ഊന്നിക്കൊണ്ടൊരു വീഡിയോ ചെയ്ത്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് കിയ കാർണിവൽ ഇഷ്ടപ്പെട്ടു എന്ന് ഒറ്റ വാക്കിൽ പറയാം. ഇതൊരു നല്ല വണ്ടിയാണ്, ഇതൊരു ലക്ഷൂറിയസ് MPV ആണ്. ഇതിൻ്റെ ആ വലിയ വീൽ ബേസ്, ചിലപ്പോൾ ഹമ്പുകളിൽ അടിതട്ടാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വണ്ടികൾക്കുള്ള പോലെ ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞുകൊണ്ടല്ല അതിനെ അവസാനിപ്പിക്കുന്നത്. ഈ വണ്ടിക്ക് ഗുണങ്ങളാണ് കൂടുതൽ. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളാണ്. ഇതൊരു വലിയ വണ്ടി ആയിരിക്കാം, ഇതൊരു മാമത്തായിരിക്കാം കണ്ടാൽ, ഇതൊരു വലിയ MPV ആയിരിക്കാം, പക്ഷേ ഇത് കൊണ്ടു നടക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ഓടിക്കാനായിട്ട് വളരെ ഈസിയാണ്. ഇത് കാല് കൊടുത്താൽ പാഞ്ഞു കയറി പോകുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി. ഡൗൺ ചെയ്തു. നമസ്കാരം.